ഓസ്ട്രേലിയ, സ്വീഡൻ ഇന്റർനാഷണൽ വിദ്യാർത്ഥികൾ എന്നും പോകാൻ ആഗ്രഹിക്കുന്ന രണ്ട് ഡെസ്റ്റിനേഷൻസ് ആണ് ഈ രണ്ട് രാജ്യങ്ങളും. അപ്പോൾ എന്തൊക്കെയാണ് ഈ രാജ്യങ്ങളുടെ ബെനിഫിറ്റ്സ്? ഇന്റർനാഷണൽ വിദ്യാർത്ഥികൾ ഈ രാജ്യങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അവർക്ക് ലഭിക്കുന്ന കോഴ്സ് ഓപ്ഷൻസ്, ഓപ്പർച്യൂണിറ്റീസ്, ഇതിനെക്കുറിച്ചെല്ലാം നമുക്കൊന്ന് ചോദിച്ചറിയാം. ഓസ്ട്രേലിയ എന്ന രാജ്യം ഇന്റർനാഷണൽ വിദ്യാർത്ഥികൾക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഓഫർ ചെയ്യുന്നത്? ഓസ്ട്രേലിയയിലെ യൂണിവേഴ്സിറ്റീസ് ടോപ്പ് റാങ്ക്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ആണ്. അതിൽ ഈ ഗ്രൂപ്പ് ഓഫ് 8 എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റീസ് വേൾഡ് റാങ്കിൽ 100 അകത്ത് വരുന്ന യൂണിവേഴ്സിറ്റീസ് ആണ്. ഇതുകൂടാതെ ഓസ്ട്രേലിയ ഒരു സ്പൗസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കൺട്രിയാണ്. അതായത് സ്റ്റഡീസിന് പോകുന്ന സമയത്ത് സ്പൗസിനും ഡിപ്പെൻഡൻറ്റ് ചിൽഡ്രനും കൂടെ പോകാൻ പറ്റും. സ്പൗസിന് ഫുൾ ടൈം വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് പാർട്ട് ടൈം 48 hours പെർ ഫോർട്ട് നൈറ്റ് വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇതുകൂടാതെ ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന പോയിന്റ്സ്, ക്വാളിറ്റി ഓഫ് ലൈഫ് ഡെഫിനറ്റ്ലി എല്ലാവരും കേൾക്കുന്നുണ്ട്. ക്വാളിറ്റി ഓഫ് ലൈഫ് നല്ലതാണ്. ദെൻ വർക്ക് ലൈഫ് ബാലൻസ്, നല്ല വർക്ക് ലൈഫ് ബാലൻസാണ് വരുന്നത്. പിന്നെ പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ് അപ് ടു 5 years ആണ് ഓസ്ട്രേലിയ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതുകൂടാതെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് സ്കോളർഷിപ്സ് കിട്ടുന്നുണ്ട്. അതായത് 30% വരെ സ്കോളർഷിപ്സ് കിട്ടുന്നുണ്ട്. സെലക്റ്റഡ് സ്റ്റുഡൻസിന് 50% to 100% വരെ സ്കോളർഷിപ്സ് കിട്ടുന്നുണ്ട്. ഇതൊക്കെയാണ് ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് കിട്ടുന്ന ബെനിഫിറ്റ്സ് ഓസ്ട്രേലിയ എന്നുള്ള സ്റ്റഡി ഡെസ്റ്റിനേഷൻ വെച്ചിട്ട്. സോ ഓസ്ട്രേലിയയുടെ കാര്യങ്ങൾ കേട്ടു. ഇനിയിപ്പോൾ സ്വീഡന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്? അവിടെ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ലഭിക്കുക? സ്വീഡൻ ആസ് എ കൺട്രി ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് വളരെയധികം ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്വീഡൻ എന്നുള്ളൊരു കൺട്രി നോക്കുകയാണെങ്കിൽ ഒരു ഹൈലി ഡെവലപ്ഡ് കൺട്രിയാണ്. വൺ ഓഫ് ദ സേഫസ്റ്റ് കൺട്രി, വൺ ഓഫ് ദ വെൽത്തിയസ്റ്റ് കൺട്രിയാണ്. അവിടെ ടോപ്പ് റാങ്ക്ഡ് യൂണിവേഴ്സിറ്റീസ് കുറേ അധികം അവൈലബിൾ ആയിട്ടുണ്ട്. ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റീസ് വിത്ത് എക്സലൻറ്റ് ഇൻഫ്രാസ്ട്രക്ചറാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് നോക്കുകയാണെങ്കിൽ അവർക്ക് ഒരു സ്പൗസ് ഫ്രണ്ട്ലി കൺട്രിയാണ് സ്വീഡൻ. നമുക്ക് മാരീഡ് ആണെങ്കിൽ നമ്മുടെ കുട്ടികളെയും സ്പൗസിനെയും കൂട്ടത്തിൽ കൊണ്ടുപോകാം. അതുപോലെ തന്നെ സ്പൗസിന് ഫുൾ ടൈം ആയിട്ട് അവിടെ വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഓൾസോ ദേ പ്രൊവൈഡ് ഗ്രേറ്റ് ചൈൽഡ് സപ്പോർട്ട്. അതായത് നമ്മൾ കുട്ടികളെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഫ്രീ എഡ്യൂക്കേഷൻ പോലെ 16 വയസ്സ് വരെ കുട്ടികൾക്ക് ഫ്രീ എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് അവർ പ്രൊവൈഡ് ചെയ്യും. ആസ് എ സ്റ്റുഡൻറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവർക്ക് അൺലിമിറ്റഡ് പാർട്ട് ടൈം ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാതെ പാർട്ട് ടൈം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സ്റ്റഡീസിൻ്റെ ശേഷം നമുക്ക് പോസ്റ്റ് സ്റ്റഡി സ്റ്റേ ബാക്ക് ആയിട്ട് 1 yearൻ്റെ പീരീഡാണ് അവർ കൊടുക്കുന്നത്. ബട്ട് ഇവിടെ 1 year ആണെങ്കിലും ദിസ് ഇസ് എ ഷെങ്കൻ കൺട്രി. അപ്പം ഷെങ്കൻ സ്റ്റേറ്റസ് ഉള്ള ഈ സ്റ്റുഡൻറ്റ് റെസിഡൻസ് പെർമിറ്റ് വെച്ചിട്ട് അതർ 28 ഷെങ്കൻ രാജ്യങ്ങളിലേക്ക് നമുക്ക് ജോബ് പോസ്റ്റ് സ്റ്റഡി സമയത്ത് ജോബ് സെർച്ച് ചെയ്യാനായിട്ട് പോകാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഈ സ്വീഡൻ എന്നുള്ള കൺട്രിയിൽ സ്റ്റാർട്ടപ്സ് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് അവിടുത്തെ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഇതിൻ്റെ PR പോസിബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പഠിച്ചതിൻ്റെ ശേഷം നമ്മളൊരു വർക്ക് പെർമിറ്റിലേക്ക് കയറിയിട്ട് കണ്ടിന്യൂസ്ലി 4 years നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് PR-ലേക്ക് പോകാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്വീഡൻ വളരെ ഒരു വെൽത്തി കൺട്രിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ GDP വളരെ ഹൈ ആണ് യൂറോപ്പിൽ വെച്ചിട്ട്. ദാറ്റ് ഇംപ്ലൈസ് അവരുടെ സ്ട്രോങ് ആയിട്ടുള്ള ജോബ് മാർക്കറ്റ് ആൻഡ് അവരുടെ എക്കോണമിക് സ്റ്റെബിലിറ്റിയാണ് അത് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് കൺട്രീസും എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ലഭിക്കുന്നതെന്നുള്ളത് മനസ്സിലാക്കി. ഇനി എന്തൊക്കെ കോഴ്സ് ഓപ്ഷൻസ് ആണ് ഇന്റർനാഷണൽ വിദ്യാർത്ഥികൾക്ക് ഈ രണ്ട് രാജ്യങ്ങളിൽ അവൈലബിൾ ആയിട്ടുള്ളതെന്നുള്ളത് നോക്കാം. സോ ഫസ്റ്റ് ഓസ്ട്രേലിയ. സോ ഓസ്ട്രേലിയയിൽ എന്തൊക്കെ കോഴ്സുകളാണ് ഇന്റർനാഷണൽ സ്റ്റുഡൻസിനായിട്ട് ഇപ്പോൾ ഏറ്റവും ഡിമാൻഡഡ് ആയിട്ട് ഓഫർ ചെയ്യുന്നത്? ഡെഫിനറ്റ്ലി ഓസ്ട്രേലിയ വൺ ഓഫ് ദ ടോപ്പ് സ്റ്റഡി ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാ പ്രോഗ്രാംസും ഓസ്ട്രേലിയയിലുണ്ട്. എന്നിരുന്നാൽ കൂടിയും ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ചൂസ് ചെയ്യുന്ന കുറച്ച് സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ഉണ്ട്. അതിൽ ടോപ്പ് പ്രയോറിറ്റി ആയിട്ട് നിൽക്കുന്നത് ഹെൽത്ത് പ്രോഗ്രാംസ് ആണ്. ഹെൽത്ത് പ്രോഗ്രാംസ് എന്ന് പറയുമ്പോഴത്തേക്കും നഴ്സിംഗ്, സോഷ്യൽ വർക്ക്, ഫിസിയോതെറാപ്പി, ഫാർമസി, ഓക്യുപ്പേഷൻ തെറാപ്പി, ഇതൊക്കെ ടോപ്പ് റാങ്ക്ഡ് ആയിട്ട് നിൽക്കുന്ന പ്രോഗ്രാംസ് ആണ്. അത് കഴിഞ്ഞിട്ടാണ് എഞ്ചിനീയറിംഗ് പ്രോഗ്രാംസ്. എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ നാട്ടിലുള്ള പോലെ നോർമൽ ആയിട്ടുള്ള മേജേഴ്സ് ഉണ്ട്. അതല്ലാതെ അവർക്ക് എടുത്തു പറയാവുന്ന മേജേഴ്സ് എയറോസ്പേസ്, മെക്കട്രോണിക്സ്, ഇതൊക്കെയാണ് അല്ലാത്ത മേജേഴ്സ് ആയിട്ട് വരുന്നത്. ഇത് കൂടാതെ ഇപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് കൂടുതൽ ചൂസ് ചെയ്യുന്ന വൺ ഓഫ് ദ സബ്ജക്റ്റ് ആണ് ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്. ഇതിന് മേജർ പ്രോഗ്രാംസ് വരുന്നുണ്ട്. മേജേഴ്സ് എന്ന് പറയുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡാറ്റാ സയൻസ്, സൈബർ സെക്യൂരിറ്റി, മെഷീൻ ലേണിംഗ്, ഇങ്ങനത്തെ മേജേഴ്സ് വരുന്നുണ്ട്. ഇതല്ലാതെ ഈ പ്രോഗ്രാംസ് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളതും ഓസ്ട്രേലിയ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈക്ക് മാസ്റ്റർ ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ബാച്ചലർ ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഇങ്ങനെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ബാച്ചിലേഴ്സും മാസ്റ്റേഴ്സും വരുന്നുണ്ട്. പിന്നെ ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി വൺ ഓഫ് ദ ടോപ്പ് പ്രോഗ്രാംസ് ആണ്. കുറച്ച് യൂണിവേഴ്സിറ്റീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നിരുന്നാൽ കൂടിയും ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് അത് നോക്കാറുണ്ട്. പിന്നെ വരുന്നതാണ് ബിസിനസ് പ്രോഗ്രാംസ്, അക്കൗണ്ടിങ്, ലോജിസ്റ്റിക്സ് പ്രോഗ്രാംസ്. ഇതൊക്കെയാണ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ്, പ്രത്യേകിച്ചും കേരളത്തിലുള്ള സ്റ്റുഡൻസ് ചൂസ് ചെയ്യുന്ന പ്രോഗ്രാംസ്. ഇനി ഓസ്ട്രേലിയയുടെ കോഴ്സ് ഓപ്ഷൻസ് നമ്മൾ കേട്ടു. സ്വീഡനിൽ എങ്ങനെയാണ്? എന്തൊക്കെ കോഴ്സ് ഓപ്ഷൻസ് ആണ് ഇപ്പോൾ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ഏറ്റവും ഡിമാൻഡഡ് ആയിട്ട് വരുന്നത്? ഓക്കെ, സ്വീഡൻ്റെ മോസ്റ്റ് പോപ്പുലർ കോഴ്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻലി എഞ്ചിനീയറിംഗ് സെക്ടേഴ്സിനാണ് അവളെ വളരെ
വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ എഞ്ചിനീയറിംഗ് പ്രോഗ്രാംസ് എപ്പോഴും ഹൈലി ഡിമാൻഡഡ് ആണ്. എഞ്ചിനീയറിംഗ് പ്രോഗ്രാംസ് എന്ന് പറയുമ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, റിന്യൂവബിൾ എഞ്ചിനീയറിംഗ്, സോളാർ എനർജി എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ മാനുഫാക്ചറിംഗ് എഞ്ചിനീയറിംഗ്, അങ്ങനത്തെ എല്ലാ എഞ്ചിനീയറിംഗ് വിഭാഗങ്ങളിലും നമുക്ക് പ്രോഗ്രാംസ് അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ വരുന്ന ഒരു മേജർ സെക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ IT ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് സെക്ടറാണ്. അവിടെ നമുക്ക് വളരെയധികം ഇപ്പം ഹൈലി ഡിമാൻഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ആയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ്, സൈബർ സെക്യൂരിറ്റി, നെറ്റ്വർക്ക് ഫോറൻസിക് എന്ന ഇഷ്ടംപോലെ പ്രോഗ്രാംസ്, ഡേറ്റ സയൻസ് എന്ന പ്രോഗ്രാംസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതർ ദാൻ ദിസ് എഞ്ചിനീയറിംഗ് ആൻഡ് IT സെക്ടർ അല്ലാണ്ട് നമുക്ക് വരുന്ന പ്രോഗ്രാംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ്, ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് പ്രോഗ്രാംസ്, ഇൻ്റർനാഷണൽ ബിസിനസ് പ്രോഗ്രാംസ്, അതേപോലെ തന്നെ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് പ്രോഗ്രാംസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഹെൽത്ത് സെക്ടർ നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ബയോടെക്നോളജി റിലേറ്റഡ് പ്രോഗ്രാംസ്, മോളിക്കുലർ ബയോസയൻസ്, ഇൻഫെക്ഷൻ ബയോളജി എന്ന റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് നമുക്ക് ഇഷ്ടംപോലെ അവൈലബിൾ ആയിട്ടുണ്ട്. ആസ് ആൻ ഇന്റർനാഷണൽ സ്റ്റുഡൻറ്റ് ഈ രണ്ട് രാജ്യങ്ങളിലും പോയാൽ എന്തുമാത്രം ബെനിഫിറ്റ്സ് ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ എന്തൊക്കെ കോഴ്സ് ഓപ്ഷൻസ് ആണ് ഈ രണ്ട് രാജ്യങ്ങളും ഓഫർ ചെയ്യുന്നതെന്നുള്ളതും മനസ്സിലാക്കി. സോ ഈ കോഴ്സ് ഓപ്ഷൻസിന് ശേഷം എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഈ രാജ്യങ്ങൾ ഓഫർ ചെയ്യുന്നതെന്നുള്ളത് കൂടി നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. സോ ഫസ്റ്റ് ഓസ്ട്രേലിയ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് ആഫ്റ്റർ ഗ്രാജുവേഷൻ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനായിട്ട് ഓഫർ ചെയ്യുന്നത്? ഓസ്ട്രേലിയ ഒരു സ്കിൽഡ് ഒക്യുപ്പേഷൻ ലിസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആ ഒക്യുപ്പേഷൻ ലിസ്റ്റിൽ ഉള്ളത് ഓസ്ട്രേലിയയിൽ റിക്വയർഡ് ആയിട്ടുള്ള ഒക്യുപ്പേഷൻസ് ആണ്. സോ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ഒരു പ്രോഗ്രാം ചൂസ് ചെയ്യുമ്പോഴും ആ ഒരു ഒക്യുപ്പേഷൻ ലിസ്റ്റിൽ മാച്ച് ചെയ്യുന്ന പ്രോഗ്രാംസ് വേണം ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അവർക്ക് അവിടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. സോ ഡെഫിനറ്റ്ലി PR ഫ്രണ്ട്ലി ആയിട്ടുള്ള കൺട്രിയാണ് ഓസ്ട്രേലിയ. അതുകൊണ്ട് തന്നെ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും സ്റ്റുഡൻസിന് PRലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അത് PRലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവർക്ക് അഡീഷണൽ പോയിന്റ്സ് കിട്ടും. ആ ഒരു കോഴ്സ് ചെയ്തത് കൊണ്ട് തന്നെ അഡീഷണൽ പോയിന്റ്സ് കിട്ടും. ഇതൊക്കെയാണ് നോർമലി കിട്ടുന്ന ബെനിഫിറ്റ്സ്. ഇത് കൂടാതെ ഇപ്പോൾ വന്നേക്കുന്ന ഒരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ ഓസ്ട്രേലിയ ജനറിക് AIന്ന് അജന്റിക് AIയിലേക്ക് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ആ ഒരു ഡ്രിഫ്റ്റ് വരുന്നത് കൊണ്ട് നെക്സ്റ്റ് ഒരു 25 ഇയേഴ്സിൽ ഓസ്ട്രേലിയ നല്ല രീതിയിൽ IT സെക്ടറിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ ഒരു സെക്ടറിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുമ്പോൾ അത് ഡെഫിനറ്റ്ലി അടുത്ത സെക്ടേഴ്സിലും ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ വരും. സോ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസും PR ഫ്രണ്ട്ലി ഒക്കെ ആയിട്ടുള്ള കൺട്രി ആയതുകൊണ്ട് ഇത്രയും ഓപ്പർച്യൂണിറ്റീസാണ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് അവിടെ ചെല്ലുമ്പോൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം കിട്ടുന്നത്. അതുപോലെ സ്വീഡൻ എന്ന കൺട്രിയും എന്തുമാത്രം ഓപ്പർച്യൂണിറ്റീസ് ആണ് ആഫ്റ്റർ ഗ്രാജുവേഷൻ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനായിട്ട് ഓഫർ ചെയ്യുന്നത്? ഓക്കെ, സ്വീഡൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ദേ ആർ കൺസിഡർഡ് ആസ് എ ഗ്ലോബൽ ലീഡേഴ്സ് ഇൻ ഗ്രീൻ ടെക്നോളജി, ഇന്നോവേഷൻ, സസ്റ്റൈനബിലിറ്റി, വിച്ച് ഇസ് പെർഫെക്റ്റ് ഫോർ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ്, അതുപോലെ തന്നെ എൻവയൺമെൻറ്റൽ സയൻസിൻ്റെ സ്റ്റുഡൻസിന് പെർഫെക്റ്റ് ആണ്. പിന്നെ സ്വീഡൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗ് കമ്പനീസിൻ്റെ ഹെഡ് ഓഫീസ് തന്നെ സ്വീഡനിലാണ്. ലൈക്ക് സ്പോട്ടിഫൈ, ഐക്കിയ, എറിക്സൺ, സ്കാനിയ, വോൾവോ എന്നൊക്കെ അറിയപ്പെടുന്ന കമ്പനീസിൻ്റെ ഹെഡ് ഓഫീസ് അല്ലെങ്കിൽ ബേസ് എന്ന് പറഞ്ഞാൽ തന്നെ സ്വീഡനാണ്. ദാറ്റ് ഇംപ്ലൈസ് അവർക്ക് നിറച്ച് ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവിടെ ഉണ്ട്. അതുപോലെ തന്നെ സ്വീഡനെ സിലിക്കൺ വാലി ഓഫ് യൂറോപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. ആസ് ഇറ്റ് ഹാസ് ഗോട്ട് മെനി IT ഹബ്സ്. സ്റ്റോക്ക്ഹോം എന്ന് പറഞ്ഞവരുടെ ക്യാപിറ്റൽ സിറ്റിയിൽ കുറേ അധികം IT കമ്പനീസ് ഉണ്ട്. അതുപോലെ തന്നെ അവർ ഇഷ്ടംപോലെ സ്റ്റാർട്ടപ്സിനെ പ്രൊമോട്ട് ചെയ്യും. സ്റ്റാർട്ടപ്സിനെ അവരുടെ ഗവൺമെൻറ് തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വളരെ വലിയൊരു എക്സാമ്പിളാണ് സ്പോട്ടിഫൈ. ഒരു ചെറിയൊരു സ്റ്റാർട്ടപ്പ് കമ്പനിയായിട്ട് തുടങ്ങിയ സ്പോട്ടിഫൈ ആണ് ഇപ്പോൾ വേൾഡ് കീഴടക്കിയിരിക്കുന്നത്. സ്വീഡനിലുള്ള യൂണിവേഴ്സിറ്റീസിലുള്ള പല പ്രോഗ്രാംസിനും ഇൻഡസ്ട്രി പാർട്ട്നേഴ്സ് ഉണ്ട്. അതായത് അവർക്ക് ബിഗ് കമ്പനീസ് ആയിട്ട് ടൈപ്പ് ഉണ്ട്. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഹാംസ്റ്റഡ് യൂണിവേഴ്സിറ്റിയിലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ പ്രോഗ്രാം നമ്മളുടെ വോൾവോ കമ്പനിയായിട്ട് ടൈപ്പിലാണ് നടക്കുന്നത്. ദാറ്റ് മീൻസ് ദേ ആർ ഗെറ്റിംഗ് ഓപ്പർച്യൂണിറ്റി ഫോർ ഇന്റേൺഷിപ്സ് ആൻഡ് പ്രൊജക്ട്സ് ഒക്കെ ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് അവിടെ കിട്ടും. നല്ല രീതിയിൽ ഇന്റേൺഷിപ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അഗെയിൻ ദേ ആർ ഗെറ്റിംഗ് എ പാത്ത് ഫോർ ദിയർ കരിയർ. വൺസ് നമുക്ക് സ്വീഡനിൽ ഒരു ജോബ് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നല്ല വർക്ക് ലൈഫ് ബാലൻസ് ആണ് അവർക്ക് കിട്ടുന്നത്. ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സ് ഉണ്ട്, അവർക്ക് പാരന്റൽ ബ്രേക്സ് ഉണ്ട്. അപ് ടു 80% ഓഫ് ദ സാലറി നേടിക്കൊണ്ട് തന്നെ അവർക്ക് പാരന്റൽ ബ്രേക്സ് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഫിക്ക ബ്രേക്സ് ഉണ്ട്, ദാറ്റ് ഇസ് കോഫി ബ്രേക്സ് ആണ്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് സ്വീഡിഷ് ലൈഫ്. അതുപോലെ തന്നെ നല്ലൊരു സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സ് അവർക്ക് കിട്ടുന്നുണ്ട്. ഇൻ കേസ് ഓഫ് എനി അൺഎംപ്ലോയബിലിറ്റി അവർ അത് സാലറി തന്ന് അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് പെൻഷൻസും സ്വീഡിഷ് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഇത്രയും കാര്യങ്ങൾ കേട്ടത് മനസ്സിലായി ഈ രണ്ട് രാജ്യങ്ങളും ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ഒരുപോലെ ബെനിഫിഷ്യൽ ആണ്. ഒരുപാട് ബെനിഫിറ്റ്സും ഓപ്പർച്യൂണിറ്റീസും കോഴ്സ് ഓപ്ഷൻസും എല്ലാം ഓസ്ട്രേലിയയിലും സ്വീഡനിലും നിങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. സോ നിങ്ങളുടെ പ്രൊഫൈലുകൾ എത്രയും പെട്ടെന്ന് നമ്മുടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കൗൺസിലേഴ്സുമായി ഡിസ്കസ് ചെയ്ത് നിങ്ങളുടെ ഡ്രീം ഡെസ്റ്റിനേഷനിലേക്ക് ട്രാവൽ ചെയ്യുക. അതിനായി ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ GB എഡ്യൂക്കേഷൻ.